ആ തല ആളുടേതല്ല നിങ്ങൾക്ക് ഉറപ്പല്ലേ? അല്ല സാറേ, അത് അവളുടേതല്ല, അതെനിക്ക് ഉറപ്പാ. എന്താടോ? ചോദിച്ചു വരുന്നേ ഉള്ളൂ സർ. തങ്കമണി എത്ര നാളെ അവിടെ ജോലിക്ക് നിൽക്കുന്നു? 3 മാസമായി കാണും സാറേ. ഈ കൈക്കെന്ത് പറ്റിയാ? ഇതൊന്ന് വീണതാ സാറേ. സംഭവം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല സാറേ, പണിയെല്ലാം തീർത്ത് ഞാൻ വീട്ടിൽ പോവും. രാത്രി നിൽക്കാറില്ല. പിന്നെ വീണതിൻ്റെ പിറ്റേന്നാ സാറേ സംഭവം. ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. ആ കുട്ടി എന്താ ചെയ്തിരുന്നേ? അതൊരു ഫാൻസി ഷോപ്പ് നടത്തുകയെന്ന് തോന്നുന്നു. എന്താ ഉറപ്പില്ലേ? ഇല്ല സാറേ, ആ കുട്ടി അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ഞാൻ എൻ്റെ പണി ചെയ്യും, പൈസ വാങ്ങും. കുറച്ച് കൂടുതലൊക്കെ ചോദിക്കാതെ തന്നെ തരുന്ന കൂട്ടത്തിലാ. ഒരു പ്രത്യേക സ്വഭാവം സാറേ ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ വീട് എവിടെയാ? കോട്ടയത്തങ്ങ് മറ്റാണെന്ന് തോന്നുന്നു. അതും സംശയം തന്നെ, ഒന്നിനും ഉറപ്പില്ല. അത് സാറേ, സ്വാതിയെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വരാറുണ്ടോ? ഞാനുള്ളപ്പോൾ വരാറില്ല സാറേ. ഫോൺ വിളി പോലും കുറവാ. കൈ എവിടെയാ കാണിച്ചത്? അത് താലൂക്ക് ആശുപത്രിയിലാ സാറേ. പൊക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിട്ടേക്ക്. ഓക്കെ സാർ. ഒറ്റ ചോദ്യം കൂടി. ആ കുട്ടിയുടെ തലക്കുവാരുള്ള തല ആരുടേതാണ്? അറിയില്ല സാറേ. ആ തല ആരുടേതാണെന്നും അറിയില്ല? എനിക്കറിയില്ല സാറേ. എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കേട്ടുകളിവില്ലാത്ത സംഭവമാണല്ലോ. കൊലപാതകം നടക്കുന്നു, മരിച്ചയാളുടെ തല മാറ്റി വെക്കുന്നു. എന്താ കഥ? ഒന്നും പറയണ്ട. തല മാറ്റി വെക്കണമെങ്കിൽ മറ്റൊരു പെണ്ണിനെ കൂടി കൊല്ലണ്ടേ? അത് ശരിയാ. പോലീസ് എന്തായാലും പൊക്കും. കേരള പോലീസ് ഇതിലും വലിയ കേസുകളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാരെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചെയ്യണം. സാറേ, ചീട്ടുകളിക്കാരുടെ നേതാവ് ഷാജാനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. ഭദ്ര, അവനെ പൊക്കിയാര്. യെസ് സർ. റേപ്പ് അറ്റംപ്റ്റ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ തലക്കുള്ളിൽ ആഴത്തുള്ളൊരു മുറിവുണ്ട്. ശക്തമായി എന്തോ വെച്ച് അടിച്ചതാവാം. വാട്ട് അബൌട്ട് ദ ബ്ലഡ് സാമ്പിൾസ് ആൻഡ് റിപ്പോർട്ട്? ബ്ലഡിൽ ഹെവി ഡോസ് ഡ്രഗ് കലർന്നിട്ടുണ്ട്. ബോഡിയുടെ അടുത്തുനിന്ന് കിട്ടിയ സിറിഞ്ചിലെ ഡ്രഗ് സാമ്പിളും ബോഡിയിലെ ഡ്രഗ് സാമ്പിളും സെയിം ആണ്. ക്രൈം സ്പോട്ടിൽ പിടിവലി നടന്നതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട്. ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് മർഡർ. ദാറ്റ്സ് കൺഫേംഡ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ടിക്കറ്റ് ഇന്നത്തെ ഉണ്ടോ? ഇതെടുത്തോളേ. എത്രയാ? 100 രൂപ. കഴിഞ്ഞ ആഴ്ച 1 ലക്ഷം കാറുകൾ. സുരേഷിന്റെ എവിടെയാണോ? ചിലപ്പോ നാളെ ഇന്ന് കളിക്കാൻ ചണ്ട ഭാഗ്യം, അല്ലെങ്കിൽ ചിലപ്പോ നാളെ കളിക്കും. ബാക്കി സ്ട്രേറ്റ് എഴുതിക്കോ. ഇവിടെ അങ്ങനെ എഴുത്ത് പരിപാടിയൊന്നും ഇല്ല സാറേ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി ഇവിടെ വന്നിട്ട് എഴുതിയതാണല്ലോ. അത് സാറിന് തെറ്റിയതായിരിക്കും. ഷാജഹാനല്ലേ? അതെ. നമുക്കെന്നാ പോയാലോ? മാറുന്നാളാ. സത്യം പറ, നീ അല്ലേ അവളെ തട്ടിയത്? ഞാൻ നോക്കി വെച്ചത്. സാറേ, ഇനി തല്ലി അവൻ ചത്തുപോകും. സാറ് വരാൻ സമയമായി. സാറ് വരുമ്പോഴേക്കും അവനിന്ന് കഴുകിയെടുത്തേരെ.
കൊയ്തെടുക്കാം. ആറ്റുവഞ്ചി, നീറ്റുവഞ്ചി, ചുണ്ടൻ വഞ്ചി, ചുരുട്ടുവഞ്ചി, ചന്തമുള്ള ചെരുപ്പൻ വഞ്ചി, എൻ്റെ വഞ്ചി ഇരട്ട വഞ്ചി. മോനെ, അമ്മേ, എന്താ ജമീലത്താ? മോനെ, അമ്മേ, വിജിത്തില്ലേ ഇവിടെ? എന്താ ജമീലത്താ? എന്റെ മോനെ പോലീസ് പിടിച്ചിക്കണം. എന്തിനു? എനിക്കൊന്നും അറിയില്ല. അവനാരും കൊന്നു ചത്തൊന്നൊക്കെ പറയുന്നു. നിങ്ങളിങ്ങനെ കരയല്ലേ? ഒന്ന് വേഗം വിളിച്ചൂട്. ആറ്റുന്നോറ്റൊരു കല്യാണം ഉണ്ടായത് ഓന്. ഇതും കൂടി ആയിട്ടെന്റെ മോന് കല്യാണം നടക്കണ്ടായി. നിങ്ങളിങ്ങനെ കരയല്ലേ? ഓനെ വിളിക്കുന്നുണ്ടല്ലോ. ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ കരയല്ലേ? വരി, വാ മോളെ, വരി. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കോനെ. കിട്ടുന്നില്ല മോളെ. ഒന്നും ഉണ്ടാവില്ല. ഓന് വിളിക്കുന്നുണ്ടല്ലോ. ജമാലിവിടെ എത്ര കാലമായി ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? 2-3 കൊല്ലായി സാർ. ഞായറാഴ്ച രാത്രി ഉത്സവത്തിനിടയ്ക്ക് നീ എവിടെയായിരുന്നു? ഞാൻ ഉത്സവപ്പറമ്പിലുണ്ടായിരുന്നു സാർ. ആ സമയത്ത് നിന്നെ അവിടെ കണ്ടിട്ടില്ല എന്ന് നിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞല്ലോ. അത് ഞാൻ വീട് വരെ ഒന്ന് പോയിരുന്നു സാർ. വേറെ എവിടെ പോയിട്ടില്ല? ഇല്ല സാർ. ഇവനോടൊന്നും ഇങ്ങനെ ചോദിച്ചോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ പറഞ്ഞോളൂ. മരണപ്പെട്ട സ്വാതിയെ ജമാൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. എൻ്റെ ഓട്ടോറിക്ഷയിലെ കയറില്ലേ. ഉത്സവത്തിൻ്റെ അന്ന് രാത്രി സ്വാതി താമസിക്കുന്നിടത്ത് നീ പോയിട്ടില്ലേ? ഇല്ല സാർ. ഇല്ല? ഇല്ല ഇല്ല അല്ലേ? അയാളെ കൊണ്ട് കൊണ്ടുപോവാ. ഇയാളെ നിനക്ക് പരിചയമുണ്ടോ? പറയടാ, എന്തിനാ നീ ആ പെണ്ണിനെ കൊന്നത്? ഞാൻ ആരെയും കൊന്നില്ല. പിന്നെ എന്തിനാണ് അവളെ പാതിരാത്രിക്ക് നീ പോയത്? അവളുടെ ഫോണിലേക്ക് വന്ന് ലാസ്റ്റ് കോള് നിന്റേതാണ്. പറയണ സത്യം. പറയണ സത്യം. സാർ, ഞാൻ പറയാം സാർ. എന്നാ പറ. ഞാനേ ആ സ്വാതി ഇവിടെ വരുമെന്നറിയ. ഓളെവിടെ എവിടെയും കാണുന്നില്ല. സാധിക്കേ പറ്റുള്ളൂ. ഇതങ്ങനൊന്നും അല്ലടോ. ഓളൊന്ന് കാണാൻ വേണ്ടിട്ടാണ്. ഹലോ സ്വാതി, ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ഇവിടെ എവിടെയും അത് എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരാം. ആ ഓക്കെ. പിന്നെ ജമാലെ, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ? ഫുഡ്. ശരി ശരി, ഞാൻ വരാം. സ്വാതി, സ്വാതി, സ്വാതി. സ്വാതി, എത്തിയോ? കാണാതായപ്പോ ഞാൻ പോവാൻ വിളിക്കുമായിരുന്നു. വരാന്ന് പറഞ്ഞ ആള് വന്നില്ലേ? വരുന്നേ ഉള്ളൂ. താങ്ക് യു. ശരി, പൊക്കോട്ടെ. ഓക്കെ. എന്താ രാഘവേട്ട, നേരത്തെ പോന്നോ? ഓ, ഞാനിങ്ങ് പോന്നു. സാറേ, അതാണ് സോളം. എനിക്ക് ആളെ മനസ്സിലായി. അംബിഷൻ പ്രസിഡന്റ്. എന്ത് സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണ്. എന്താ? CSR അകത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പം ചെയ്തോളണം. ഞാൻ CA എന്ന് കാണട്ടെ.
ഞാൻ പറഞ്ഞോളാം. വരൂ പറഞ്ഞു നോക്കാം. ഞാൻ വരാം. നിങ്ങൾ ഇവിടെ നിൽക്കി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സാർ, പ്രസിഡന്റ് ഒരു വക്കീലും കാണാൻ വന്നിട്ടുണ്ട്. ആ വിളിക്ക്. ശരി സാർ. ആ 206 ക്രൈം നമ്പർ ഫയൽ എടുക്കുക. ശരി സാർ. സാർ വിളിക്കുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലാണ്. അവനെ SI സാർ അടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് ചെയ്യാൻ പറയും. സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാവുന്ന കേസല്ല എന്നുള്ള വക്കീലിനെ അറിയാമല്ലോ. അറിയാം സാർ. ജമാലാണ് പ്രതിയെന്ന് സാറങ്ങ് തീരുമാനിച്ചു. സാഹചര്യ തെളിവുകളൊക്കെ അങ്ങേർക്കെതിരാണെന്നുള്ള അറിയാമല്ലോ. മിസ്റ്റർ ഹാരിസ് ഈസ് എൻ ഇന്നസെന്റ് പേഴ്സൺ. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്യാനുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ജമാലില്ലെന്ന് സാറിന് അറിയാലോ. ഇഫ് യു ആർ എ ബ്രില്യൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, it is the best opportunity to bring out the real culprit before the court of law. Yes, I know. ഞാനൊന്ന് ആലോചിക്കട്ടെ, വേണ്ട പോലെ ചെയ്യാം. സാറേ, ജമാൽ ഒരു പാവാണ്. ഓന്റെ കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കണം പ്ലീസ്. വേണ്ട ചെയ്തോളാം, പോയിക്കോളൂ. ശരി സാർ. ഓ